ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജ ആ കട്ട കലിപ്പിലാണ് കേട്ടോ. കാരണം പുതിയൊരു ഹോം നേഴ്സിനെയും കൊണ്ട് വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, ഇനി മുതൽ അമ്മയെ നോക്കാനായിട്ട് ഞാനിവിടെ പുതിയ ഹോം നേഴ്സ് ഇത് സുമിത്ര കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് ബാലചന്ദ്രനോട് ഒരു വാക്ക് ചോദിക്കായിരുന്നു, എന്നിട്ട് മതി ഇതൊക്കെ തീരുമാനം എടുക്കാൻ. അങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കാൻ വേണ്ടി എന്തുദ്ദേശിച്ച അമ്മ പറയണത്? ബാലചന്ദ്രൻ മാത്രമല്ല ഈ വീട്ടിൽ അധ്വാനിക്കുന്നത്, ഞാനും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഓർത്ത് വേണം അമ്മ പെരുമാറാൻ. എടി എന്നാലും അങ്ങനെയല്ലല്ലോ. എന്തങ്ങനെയല്ലെന്ന് പറയാതെ പോയതേ തെറ്റ്. എന്ത് പറയാതെ പോയി? നീ കൊല്ലപ്പള്ളി പോയത് പറഞ്ഞോ? അതും പറഞ്ഞില്ല. ഞാൻ എന്തിനു പറയണം? ഇവിടെ ഭർത്താവെന്നും പറഞ്ഞ ഒരാൾ കുറച്ച് ദിവസം മുമ്പ് എവിടെയോ പോയി, കോയമ്പത്തൂരോ അവിടെയോ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ വന്ന് നമ്മളിവിടെ ആദ്യം പിടിച്ച് തീ തിന്നിരിക്കായിരുന്നു. എവിടെയാണ് പോയിരിക്കുന്നത്? ഫോണ് പോലും എടുക്കാതെ. അപ്പോൾ വീട്ടിലുള്ളവരടുത്ത് പറയാതെ എവിടെയും ബാലചന്ദ്രന് പോവാല്ലേ? അപ്പോൾ എനിക്കും അതാവാം. എടിയോ അതുപോലെയാണോ നീ? എന്താ ഞാൻ എന്തേ അതുപോലെ അല്ലേ? ഞാനും അധ്വാനിച്ചും കഷ്ടപ്പെട്ടും തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇനി മുതൽ അമ്മയെ നോക്കാൻ പുതിയൊരാൾ വന്നിട്ടുണ്ട്. അലീനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കാൻ പോവാം. അല്ലെങ്കിലും അവൾ പോകാൻ നിൽക്കുവാണല്ലോ, പിന്നെ ഇനി പ്രത്യേകിച്ച് പറഞ്ഞേക്കേണ്ട കാര്യമില്ലല്ലോ. അലീനെ, നീ ഇന്ന് തന്നെ പൊക്കോണം. ഇനി വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ സാറിനോടൊന്ന് ആലോചിച്ചിട്ട് പൊക്കോളാം. ഇനി എന്താലോചിക്കാൻ? നീ പോവാൻ റെഡിയായി നിന്നവളല്ലേ, നിനക്ക് പൊക്കൂടെ? വീണ്ടും ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട കാര്യം എന്താടി നിനക്ക്? അതെ, ഞാൻ പോകാൻ തയ്യാറ് തന്നെയാണ്. ഞാൻ പൊക്കോളാം. മുത്തശ്ശീൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകണം. ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകണം. മനുവേട്ടനോട് പറയണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അലീനയ്ക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. കാരണം മനുവും ബാലചന്ദ്രനും ആണല്ലോ കൂടെ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. തന്നിഷ്ടപ്രകാരം എവിടെയും പോകാൻ ഇവിടെ അലീനയ്ക്ക് സാധിക്കില്ല. അങ്ങനെ ബാലചന്ദ്രനോട് പോയി പറയാണ്, ഇന്ന് മുതൽ അലീന പോവാണ്. നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഹോം നേഴ്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെയും അമ്മേനെ നോക്കും. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ അമ്മേനെ മാത്രം നോക്കും, നിങ്ങളെ ഞാൻ നോക്കും എന്ന് വൈജ പറയാം. നിൻ്റെ പരിചരണം ആർക്ക് വേണോടി? അത് നീ കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിലേറി. എനിക്ക് നിൻ്റെ ഒരു പരിചരണവും വേണ്ട. ബാലചന്ദ്രനെ അറിയാം ഒറ്റയ്ക്ക് നിൽക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാണെന്ന്. നിൻ്റെ ഒന്നും ഇവിടെ വേണ്ട. പിന്നെ എനിക്കൊരു കുക്കുംബർ ജ്യൂസ് വേണം. അലീന പോയി എടുത്തിട്ട് വാ. സാർ അത് എന്താ പോകാൻ മടിയുണ്ടോ? അതല്ല, എന്നോട് പോകാൻ പറഞ്ഞിരിക്കില്ലേ? ഞാൻ പോകണം. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മാത്രം നീ അനുസരിച്ചാൽ മതി. അപ്പോൾ വൈജ ദേഷ്യപ്പെട്ട് പറയണം, എന്ത് ജ്യൂസ് വേണമെങ്കിലും ഞാൻ എടുത്തു തരും. നിങ്ങളുടെ ഭാര്യ ഞാനല്ലേ, എനിക്ക് എടുത്തു തരാനുള്ള അവകാശമുണ്ട്. എന്ത് അവകാശമാണ് നിനക്കുള്ളത്? നിൻ്റെ അവകാശങ്ങളെല്ലാം ഞാൻ അടച്ചു പൂട്ടി. ഇനി നിനക്ക് എൻ്റെ മേൽ ഒരു അവകാശമില്ല. നീയായി നിൻ്റെ പാടായി, ഞാനായി എൻ്റെ പാടായി. നീ പുതിയ ആളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മയെ നോക്കിക്കോ, കുഴപ്പമില്ല. പക്ഷേ ബാലചന്ദ്രനെ നോക്കാൻ നിൻ്റെ അവകാശം വേണ്ട. എനിക്കറിയാം ആരെ എൻ്റെ കൂടെ നിർത്തണമെന്ന്. മനസ്സിലായല്ലോ? ഇനി ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ മക്കൾക്കായാലും ശരി, നിനക്കായാലും ശരി തന്നെ. അലീന ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ അലീന പാകം ചെയ്യുന്നത് കഴിക്കേണ്ടവരും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ അലീന ഒരു കാര്യം ചെയ്യണം. ഒരൊറ്റ ആഹാര സാധനങ്ങൾ പോലും ഇവിടെ വൈജയന്തിക്ക് ഉണ്ടാക്കി വെക്കരുത്. നീ പറഞ്ഞ് മനസ്സിലായല്ലോ? എനിക്കും അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണമെങ്കിലും മാത്രം, അമ്മയ്ക്ക് വേണമെങ്കിലും നീ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഇവിടെ ഇവൾ കൊണ്ടുവരുന്ന ആരുടെ ഒരാവശ്യവും എനിക്കില്ല. അലീനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് പോവരുത്, എൻ്റെ ഹോം നേഴ്സായിട്ട് നീ നിൽക്കണമെന്ന്. അങ്ങനെ ഇവിടെ നിന്നാൽ മതി. ഇനിയില്ല, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും അലീനയെന്ന് പറയാം. അലീനയ്ക്ക് ആകെ കൺഫ്യൂഷനായി, അവിടുന്ന് പോകാൻ സാധിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും വൈജയ്ക്ക് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. വൈജ ചോദിക്കുകയാണ്, ഞാൻ ഈ വീട്ടിൽ ആരാ? എന്താ എൻ്റെ സ്ഥാനം? നിങ്ങൾക്ക് ഞാൻ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നീ ആരുമല്ല ഇന്ന് മുതൽ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ വീട്ടിൽ? നിങ്ങൾ അവളെ വെച്ച് പൊറപ്പിച്ചോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പിള്ളേർ, മക്കളോട് ഞാൻ പറയും, ഒരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കരുതെന്ന്. മനസ്സിലായോ? അവർ എതിർത്ത് സംസാരിക്കത്തക്ക രീതിയിൽ ഞാൻ ആക്കി വെക്കും എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വൈജ വിചാരിക്കുന്നുണ്ട്, ഇനി എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, അലീന മാത്രം മതി എന്ന് പറയുമ്പോൾ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നാണം കെട്ട് ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണം? ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് പെട്ടിയും കൂടാവും ഒക്കെ എടുത്തിട്ട് വൈജ വേറെ താമസിക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാട്ടോ. പക്ഷേ അമ്മ തടയുന്നുണ്ട്. മക്കൾ 3 പേരും ചെന്ന് പറയണം, ഞങ്ങളൊരു കാര്യം പറയാം, അമ്മ ഇവിടുന്ന് പോകരുത്, അമ്മ ഇവിടെ വേണം. അലീന മാത്രം ഇവിടെ പോരാ, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അമ്മയല്ലേ വേണ്ടത്. അതിന് നിൻ്റെ അച്ഛന് എന്നെ വേണ്ടല്ലോ. പുതിയൊരുത്തി വന്നിട്ടുണ്ടല്ലോ, ഇത്തിരി തൊഴിവെളുപ്പും കൊച്ചു പെമ്പിളരെയും കാണുമ്പോൾ അച്ഛന് കുറച്ച് ഇളക്കമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അമ്മ, അങ്ങനെയൊന്നും അല്ല. അച്ഛൻ്റെ ഇപ്പോഴത്തെ ദേഷ്യം അത് അതുവരെ അമ്മ ക്ഷമിക്ക്, ഒരിടവും പോവല്ലേ എന്ന് പറയാട്ടോ. അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സ്വന്തം മക്കളെ ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോയാൽ അവരുടെ ഭാവി എന്താവുമെന്ന് പോലും ചിന്തിക്കുന്നില്ല. അപ്പോഴും വൈജയുടെ മനസ്സ് നിറച്ച് ബാലചന്ദ്രനെ ജയിക്കണമെന്നുള്ള അഹങ്കാരം മാത്രമേ ഉള്ളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ അവരെന്താവും, അവർക്ക് എന്ത് പറ്റും, ഒന്നുമില്ല.
കാരണം ബാലചന്ദ്രന് ജയിച്ച് മേളിൽ നിൽക്കണം, എല്ലാവരും അടിച്ച് ഭരിച്ച് അങ്ങനെ നിൽക്കണം. അത് ഇപ്പോൾ കൈവിട്ടു പോയി. ഇപ്പോൾ ബാലചന്ദ്രൻ തുറന്ന് പറയുന്നുണ്ട്, നിൻ്റെ അഹങ്കാരവും അധികാരവും ഒന്നും ഇനി ഇവിടെ നടക്കില്ല വൈജയ്. എനിക്കറിയാം ഈ വീട് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഇത്ര കാലം നീ എല്ലാവരെയും ഭരിച്ചു നിന്നില്ലേ, ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്കറിയാം എൻ്റെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് സ്വയം ജീവിക്കാനും നീ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നെല്ലാം ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമില്ലേ, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയാം. വേണ്ടാന്ന് അലീന പറയണമെങ്കിലും അത് പറ്റില്ല, അതറിയണം ആരാന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതുമാത്രമല്ല ബാലചന്ദ്രൻ ആ ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട്, ആളിൻ്റെ പേരും ഒക്കെ അറിയാം. നമ്മുടെ മുത്തശ്ശിയോട് വന്ന് നമ്മൾ അലീന സംസാരിക്കുമ്പോഴും മുത്തശ്ശിയും പറയുന്നുണ്ട്, വൈജയ്ക്ക് ആഗ്രയിലിരിക്കുന്ന സമയത്ത് ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അയാൾ അങ്ങനെ സ്നേഹിച്ചിരുന്നു. അയാളുടെ പേര് സ്റ്റാൻലി എന്നായിരുന്നു പേരെന്നെല്ലാം പറഞ്ഞിട്ടോ. അത് നേരത്തെ നമ്മുടെ ഗംഗാധരനിൽ നിന്നും ബാലചന്ദ്രൻ അറിഞ്ഞതാണ്. അപ്പോൾ ഉറപ്പായിട്ടും സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അലീനയുടെ അച്ഛനെന്ന് നമ്മൾ ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നുണ്ട്. അത് അലീനയുമായി ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അലീന ബാലചന്ദ്രൻ എന്നറിയപ്പെടുന്നതാണോ ഇഷ്ടം, അലീന സ്റ്റാൻലി എന്നറിയപ്പെടുന്നതാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അലീന പറയുന്നുണ്ട്, എനിക്ക് ബാലചന്ദ്രൻ എന്നറിയപ്പെടുന്നത് തന്നെ ഇഷ്ടം, പക്ഷേ എനിക്കതിന് അവകാശമില്ലല്ലോ, ഞാൻ സാറിൻ്റെ മകളല്ലല്ലോ, ഒരിക്കലും രക്തബന്ധം കൊണ്ട് ഒരു ആവണമെന്നൊന്നുമില്ല. പിന്നെ നിന്നെ ഞാൻ മകളായിട്ട് ദത്തെടുത്താലോ, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ മോളാവില്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. എന്താ പറയുക, ഇതുവരെ ഇത്രയും ഒരു സന്തോഷം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത്രമാത്രം തനിക്ക് വേണ്ടി ഒരാളുണ്ടാവുന്നു എന്നൊരു ആ ഒരു ഉറപ്പ് അലീനയ്ക്ക് കിട്ടുക കേട്ടോ. ബ്രിജിതാമ്മ എന്ന് പറയുന്ന ആ അമ്മ മരിച്ചതിന് ശേഷം തനിക്കൊരു അച്ഛൻ തന്നെയാണ് കിട്ടിയത് എന്നൊരു ചിന്ത നമ്മൾ അലീനയ്ക്ക് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്